ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗാമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവർ ആയിട്ട് ഇരിക്കല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ നോക്കിയാലോ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ റെഡിയാണ് മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തടാ. നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ്. രാജ്യം നിർമ്മിക്കുന്ന സമയത്ത് നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് പറയുന്ന ഒരു പാഠഭാഗമാണ് ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഇതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇന്ന് മിസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഏതാണ് മക്കളെ? റീ ഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയും. അല്ല മിസ്സി, സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുമോ? എന്താ പത്ര പ്രശ്നം വരാൻ? നമ്മുടെ ചാപ്റ്ററിന്റെ പേര് രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ എന്നല്ലേ? ആ ചാപ്റ്ററിൽ സംസ്ഥാനം പുനഃസംഘടിക്കുക അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ചെയ്യാന്ന് പറയുന്ന സമയത്ത് അതൊക്കെ നമുക്ക് വെല്ലുവിളി നിറഞ്ഞതായിരുന്നോ? യെസ്, അത് നമുക്ക് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇന്നല്ലേടാ നമ്മൾ ഇന്ന് കാണുന്ന എത്രത്തോളം സംസ്ഥാനങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു രൂപീകരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. മക്കളെ, നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് പറയും. കുറച്ച് പിന്നോട്ട് പോണം, വർഷങ്ങൾ പിന്നോട്ട്. അതായത് 1947 ഓഗസ്റ്റ് 15 മുന്നേ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ കുറച്ച് നേതാക്കന്മാർ, അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ, അതിലെ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, എന്താണ്? ലാംഗ്വേജ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സംസ്ഥാനങ്ങൾ അന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി, വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. എന്നിട്ടും ഇവര് പറഞ്ഞ വാക്കൊന്നും പാലിച്ചില്ല. ചില ആളുകൾ അങ്ങനെയല്ലേ, പറഞ്ഞ വാക്കുകൾ പാലിക്കാത്ത ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അതേപോലെയായിരുന്നു നമ്മുടെ നേതാക്കള്. നമുക്ക് ആണ് അല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നേതാക്കന്മാർ പറഞ്ഞത് നമുക്ക് ഒട്ടനേകം കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്, ഇതല്ലാതെ ഒരുപാട് ഇഷ്യൂസ് നമ്മള് ഈ ഒരു രാജ്യത്ത് നടക്കുന്നുണ്ട്, സോ നമ്മൾ അതിനാണ് ഇപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നായിരുന്നു അവര്. എന്താണ് സംസ്ഥാനങ്ങൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കാത്തത് എന്നു പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്തെത്തിയപ്പോൾ പറഞ്ഞ മറുപടി. എന്തൊക്കെ മറുപടി പറഞ്ഞു? നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, സോ അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നല്ല അല്ലേ, സോ നമുക്ക് പിന്നെ അതൊക്കെ ചെയ്യാമെന്നായിരുന്നു അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നോക്കിയേടാ, കൊളോണിയൽ ഭരണകാലത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പാടുണ്ടോ? എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ പാടുണ്ടോ? അഥവാ അത് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണമെന്ന് പറയല്ലേ. പറഞ്ഞ വാക്ക് തെറ്റിച്ചപ്പം ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തു? ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇവര് പിന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളൊക്കെ ആക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതൊന്നും ഇവര് ആക്കിയില്ല. ഇവര് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തായിരുന്നു? മറ്റനേകം പ്രശ്നങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നൊക്കെ പറഞ്ഞ് ആളുകൾ എന്ത് ചെയ്തു? രംഗത്ത് വരാൻ തുടങ്ങി. ആൻഡ് ബ്രിട്ടീഷ് ഭരണകാലത്ത് സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ നിർണയിച്ച് ഭരണപരമായ സൗകര്യം കണക്കിലെടുത്തായിരുന്നു അതിർത്തി നിർണയത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം അംഗീകരിച്ചില്ല. അത് ബ്രിട്ടീഷുകാരുള്ള സമയത്ത് ഓരോരു വര വരച്ചു പോയിരുന്നു. വര വരച്ചു പറഞ്ഞാൽ ഇന്ത്യന്റെ ഒരു മാപ്പ്, ആ ഒരു ഔട്ട്ലൈൻ, അതിന്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ അവര് വരച്ചതാണ് സംസ്ഥാനം എന്ന് പറഞ്ഞു പോയ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള പല ആളുകളും എന്ത് ചെയ്തില്ല? ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? യെസ്, ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് പോകട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കമുള്ള ആളുകളും ജനങ്ങളും ഒന്നും എന്ത് ചെയ്തില്ല? ബ്രിട്ടീഷുകാർ ഈ അതിർത്തി നിർണയിച്ചിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തെ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് എന്താ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ മാറ്റും, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വരും, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? റീ ഓർഗനൈസ് ചെയ്യും, അതാണ് വീണ്ടും പുനഃസംഘടിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഓൾറെഡി വരച്ചു, അത് നമ്മൾ വീണ്ടും ചെയ്യും, വീണ്ടും മാറ്റം വരുത്തി കൊണ്ടുവരുന്നു പറഞ്ഞു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഭാഷാടിസ്ഥാനത്തിൽ. പക്ഷെ പിന്നെ അവരെന്ത് ചെയ്തു? ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്?
നാഷണൽ ലീഡേഴ്സിന് മനസ്സിലായി ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ, അതായത് ഒരു രാജ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കുക എന്ന് പറയുന്നത് അത് ഡിസ്ഇന്റഗ്രേഷനിലേക്ക് വഴിതെളിക്കും. വാട്ട് മീൻ ബൈ ഡിസ്ഇന്റഗ്രേഷൻ? ശിഥിലീകരണം സംഭവിക്കുക, അല്ലെങ്കിൽ അതപ്പതിച്ചു പോവുക. അത് അവർ വിട്ട് അവരുടെ ഇഷ്ടത്തിന് പോകും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഹൈദരാബാദ്, മണിപ്പൂർ, ജുനഗഡ്, കാശ്മീർ ഇതൊന്നും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ നിന്ന ആളുകളല്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ എത്ര കഷ്ടപ്പെട്ടിട്ടാ അവർക്ക് ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചാല് ഞങ്ങൾ ഒരു രാജ്യമായിട്ട് പ്രഖ്യാപിക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവത്തില്ലേ? ഇങ്ങനെയുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ എന്തു വന്നു, നേതാക്കന്മാരെ മനസ്സിൽ വന്നു. അതുകൊണ്ട് അവർ ഈ കാര്യം എന്ത് ചെയ്തു, നീട്ടി എന്ത് ചെയ്തു, കൊണ്ടുപോവാണ് ഉണ്ടായത്. ആൻഡ് ഇപ്പൊ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താ? സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ചാലഞ്ചസ്. രാജ്യം നേരിടുന്ന സാമ്പത്തികവും അതേപോലെ തന്നെ സാമൂഹികവുമായ വെല്ലുവിളിക്കാണ് നമ്മളിപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നവര് പറഞ്ഞു. ആൻഡ് അതൊന്നും നമുക്ക് ഇപ്പം പൂർണ്ണമായിട്ട് നമ്മൾ നേടിയിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ, കാശ്മീർ ഇവരൊന്നും എന്ത് ചെയ്തില്ല, പൂർണ്ണമായി ഇന്ത്യൻ യൂണിയനിലെ ഭാഗമായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ആളുകളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവരണം. ആ സമയത്ത് ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റൂലേ എന്ന് പറഞ്ഞ് ഇതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോവുകയാണ് ചെയ്തത്. അങ്ങനെ റീജിയണൽ ലീഡേഴ്സ് ഉണ്ടാവില്ലേ, അതായത് നമ്മൾ ലോക്കൽ ലെവലിലുള്ള ലീഡേഴ്സ് എല്ലാവരും എന്ത് ചെയ്തു, അവര് പ്രക്ഷോഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ വരാൻ തുടങ്ങി. അത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന എവിടെയായിരുന്നു? തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്കിടയിലാണ് അത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. അവര് വിശാൽ ആന്ധ്ര മൂവ്മെന്റ് എന്ത് ചെയ്തു മക്കളെ നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ആന്ധ്ര സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു വിശാൽ ആന്ധ്ര മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. 1952 പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഗാന്ധിയനായിരുന്നു. അദ്ദേഹം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു, നിരാഹാരം ഇരിക്കുന്നു. നിരാഹാരം ഇരുന്നതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരണപ്പെടുന്നു. ആൻഡ് ഇത് ആ ഒരു ഏരിയയിൽ ആന്ധ്ര റീജിയനിൽ വലിയൊരു ഔട്ട്ബേസ്റ്റ് ആയി മാറാനും ഒരുപാട് വയലൻസ് ഉണ്ടാവാനും തുടങ്ങി. ഇതിനെ തുടർന്ന് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു 1952 ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായിട്ട് ഏത് വരുന്നു? ആന്ധ്രാപ്രദേശ് വരികയാണ് ചെയ്തത്. ആന്ധ്രാപ്രദേശിന്റെ ഫോർമേഷൻ ആണ് 1952 ഡിസംബറിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം ഇതിപ്പം ആന്ധ്രാപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊന്നും ആയിരുന്നില്ല. പല ഭാഗങ്ങളിൽ നിന്നും എന്ത് ചെയ്തു, ഇതേ കണക്കെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ നിക്കക്കള്ളില്ലാതെ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നു. അതിന്റെ ചെയർമാനായിട്ട് ജസ്റ്റിസ് ഫസൽ അലി വരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ആൻഡ് 2 വർഷം ഇവരിതിനെ കുറിച്ച് പഠിച്ചു, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അവരും എന്താണ് പറഞ്ഞത്? ഭാഷാടിസ്ഥാനത്തിൽ എന്ത് വേണമെന്നാണ് പറഞ്ഞത്? സംസ്ഥാനങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. ഭാഷാടിസ്ഥാനത്തിൽ എന്ത് വേണം? സംസ്ഥാനങ്ങൾ വേണമെന്ന് പറയുന്നു. അങ്ങനെ നമുക്ക് 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും അന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എന്നാണ് 1956 എന്തുണ്ടാവുന്നു? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ് ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 1956 നമുക്ക് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ മിസ്സേ? ചോദ്യം ചോദിച്ചോട്ടെ? എന്താണ് ക്വസ്റ്റ്യൻ? ഇപ്പൊ നമുക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ടെന്നും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ടെന്നും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എത്ര സംസ്ഥാനങ്ങളുടെ എണ്ണം മാത്രം കൊടുത്താൽ മതി, അത്രത്തോളം സംസ്ഥാനങ്ങൾ ടൈപ്പ് ചെയ്തിടണ്ട. പക്ഷെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എത്ര എണ്ണം ഉണ്ടത് ഒന്ന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ കൊടുക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓരോ ചാപ്റ്ററിനും ഏതൊക്കെ തരത്തിലുള്ള കോണ്ടന്റ്സ് ആണ് എന്റെ മക്കൾക്ക് വേണ്ടത് എന്നുള്ളത് എന്റെ അടുത്ത് പറയാ, നിങ്ങൾക്ക് കമന്റ് ചെയ്ത് അറിയിക്കാം. അതേ രീതിയിലുള്ള കോണ്ടന്റും ആയിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം കേട്ടോ. സോ ദാറ്റ്സ് all of its video. Thanks for watching us dears.